നെഗറ്റീവ് ഈഗോയും പ്രശ്നമാണ്, പോസിറ്റീവായിട്ടുള്ള ഈഗോയും പ്രശ്നം തന്നെയാണ്. ഞാൻ എല്ലാവരേക്കാൾ വലുതാണ്, ബാക്കിയുള്ളവരെല്ലാം എന്നിൽ താഴെയാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. അതുപോലെ തന്നെ ഞാൻ എല്ലാവരിലും താഴെയാണ്, മറ്റുള്ളവരെല്ലാം എന്നേക്കാൾ മികച്ചതാണ്. ഇതൊരു ബന്ധനമാണ്. ഈ ഈഗോ എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് അടുക്കാനുള്ളൊരു ബന്ധനമാണ് അവിടെ കാണുന്നത്. നമ്മുടെ ഈഗോ നമ്മളെ അവിടെ ബന്ധിപ്പിച്ചിടുന്നു. അതേസമയം ഇതിൽ നിന്നൊരു മോചനം നമുക്ക് വേണം. അതാണ് അഹം ബ്രഹ്മാസ്മി, എല്ലാം സർവം ഈശ്വരൻ്റെ ഭാഗമാണെന്ന്. അത് അഹങ്കാരമല്ല, അഹങ്കാരം ഒഴിയുക, ഈഗോ ഇല്ലാതെ വരിക. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ മഹാസമുദ്രം. ആ സമുദ്രം ഓരോ തുള്ളികൾ ചേർന്നിട്ടാണ് മഹാസമുദ്രം ഉണ്ട്. അതിലൊരു ചെറിയൊരു തുള്ളിയാണ് നമ്മളും എന്നൊരു സങ്കല്പം കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പം ഈ തുള്ളി മഹാസമുദ്രത്തിൽ ചേരുമ്പോൾ സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ സർവേശ്വരൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. അപ്പം വേർതിരിച്ച് കാണുന്നില്ല. അഹം ബ്രഹ്മാസ്മി, ഇന്നർ, നമ്മളിലുള്ള ഉള്ളിൽ ഗ്രോത്ത് ഉണ്ടാവുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, പുറത്തേക്ക് സ്നേഹം ഒഴുകുക. വിശാലമായ രീതിയിൽ വരണമെങ്കിൽ ആദ്യം നമ്മളുടെ ഇന്നർ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സോളിനെ നമ്മൾ ശുദ്ധീകരിക്കാൻ നമുക്ക് കൂടുതൽ വിശാലമായി നമ്മുടെ അകത്തെ ഈഗോകളെല്ലാം പോവുക. അത് ചെറുതിലേ നമുക്ക് സ്പിരിച്വലായിട്ടും പുസ്തകങ്ങൾ വായിച്ചും അനുഭവകഥകൾ കൊണ്ടും ഒക്കെ മനസ്സിലാക്കുക. അപ്പം ഇന്നർ ലൈറ്റ് നമ്മുടെ ഉള്ളിൽ, നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ കൂടുതൽ നല്ലതാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരു തിരിച്ചറിവ് ഉണ്ടായി കൊടുക്കുക, ഒരു ബോധോദയം. അതിൽ നിന്നും പുറത്തേക്ക് ലോകാ സമസ്ത സുഖിനോ ഭവന്തുവിലേക്ക്. അപ്പം ഇന്നറും ഔട്ടറും നമ്മൾ കുറച്ച് വിശാലമായിട്ട് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ അടുത്ത തലമുറയിൽ നമുക്ക് സാഹോദര്യം ഈ നിമിഷം തൊട്ട് തന്നെ നമുക്ക് വിശാലമായി സന്തോഷത്തോടെ സമൃദ്ധിയോടെ ഒരു നല്ലൊരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കുക.